പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ 1.5 വയസ്സുകാരന് ജീവൻ നഷ്ടമായ ഒരു കേസ് പ്രതി ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കുഞ്ഞിന് അനാവശ്യമായ അനസ്തേഷ്യ നൽകിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ അഞ്ജലി പൊതുവാളിന് പുറമെ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മറ്റു ഡോക്ടർമാരെയും പ്രതി ചേർക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. VS രഞ്ജിത്ത്, 2 ഡോക്ടർമാരുടെ കൂടി പേരുകൾ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എപ്പോഴായിരിക്കും പരിഗണിക്കുന്നത്? ശ്രുതി, അല്പസമയത്തിനകം, അതായത് 11 മണിക്ക് കോടതി ചേരുന്നതോടുകൂടി തന്നെ അഞ്ജലി പൊതുവാളിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോടതി അഞ്ജലി പൊതുവാളിന് മുൻകൂർ ജാമ്യം നൽകുമോ എന്നതോടൊപ്പം തന്നെ ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ, അതോ ഈ കേസിന്റെ മെറിറ്റുമായി കോടതി ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയി അഞ്ജലി പൊതുവാളിന് ജാമ്യം നിഷേധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനനുസരിച്ചായിരിക്കും കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും പ്രാഥമികമായ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ അഞ്ജലി പൊതുവാളിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനസ്തേഷ്യ അനാവശ്യമായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ ബോർഡിന്റെ നിലപാടും ഈ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അഞ്ജലി പൊതുവാളിനെതിരാണ്. എന്നാൽ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് അങ്ങനെ അനസ്തേഷ്യ നൽകിയ ഡോക്ടറെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ, ഇതിൽ മറ്റ് 2 ഡോക്ടർമാർ കൂടി, അതേ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മറ്റ് 2 ഡോക്ടർമാർ കൂടി കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം എന്ന് പറയുന്നത്. അതനുസരിച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കുമോ എന്നുള്ളതാണ്. പയ്യന്നൂർ ഡിവൈഎസ്പി ആണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പി ഇതുവരെ മറ്റാരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളത് കൂടി പരിഗണിക്കണം. ഈ കേസിന്റെ അഞ്ജലി പൊതുവാളിന്റെ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതിയുടെ വിധി, അതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇതിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.